എന്നാൽ ഇന്ന് എന്തോ ഒരു മടി പിടിച്ചൊരു ദിവസം. നിങ്ങൾക്ക് സമയം ഞാൻ തന്നെ ആദ്യം കാണിച്ചിട്ടുണ്ട്. 2:45 ഉച്ച കഴിഞ്ഞ് 2:45 കുഞ്ഞിനെ സ്കൂളിൽ വിളിക്കേണ്ട സമയമായി. വീട്ടിലാണെങ്കിൽ ഒരുപാട് ജോലി ബാക്കി. ഇന്നാണെങ്കിൽ ഭയങ്കര ക്ഷീണമുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് ഒന്നും ചെയ്യാനുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നു എനിക്ക്. വീടാകെ പാടെ അലങ്കോലമായി, ഇഷ്ടം പോലെ ജോലിയുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് സമയം ഒരുപാട് പോയതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ വിളിക്കാനായിട്ട് പോയി. സൺസ്ക്രീനൊക്കെ തേച്ചിട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. അങ്ങനെ വീടൊക്കെ പൂട്ടി ഞാൻ കുഞ്ഞിനെ വിളിക്കാനായിട്ട് പോയി. അങ്ങനെ ഒരുപാട് ക്ഷീണം. അങ്ങനെ ക്ലാസ്സിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ആണെങ്കിൽ കുട്ടികളാരുമില്ല. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഭയങ്കര സങ്കടം തോന്നി. കാരണം ഒന്നാമത് ഭയങ്കര ക്ഷീണം. അവർ ഡാൻസ് പ്രാക്ടീസിന് പോയേക്കുമായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വന്നു. വീട്ടിലെ സകല ജോലിയും ചെയ്തു. 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ അത്രയും ജോലിയും ചെയ്ത് തീർത്തത്. എല്ലാം ചെയ്ത് വൃത്തിയാക്കി, തൂത്തൊക്കെ വാരി തുടച്ചു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഇന്നൊരു പാൽപ്പുട്ടുണ്ടാക്കി. അത് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല രുചിയുണ്ടായിരുന്നു. അധികം മധുരമൊന്നും ചേർക്കാതാണ് ഉണ്ടാക്കിയത്. കാരണം അച്ഛനും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല രുചിയായിരുന്നു. അപ്പം ഈ മോപ്പ് ഞാൻ ആക്ച്വലി ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. നമുക്ക് കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും വീഡിയോ ചെയ്യുന്നതിൽ. അതൊക്കെ പരിഗണിച്ച് നിങ്ങളും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഈ പാൽപ്പുട്ടിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ചോദിക്കണം കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്. എങ്കിലും നല്ല രുചിയായിരുന്നു. മധുരമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കുഞ്ഞിനാണേലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം. താങ്ക് യു സോ മച്ച്.